ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് ഒരു മലയാളി കൂടി എത്തുന്നു. ശ്രീലങ്കൻ ടൂറിനുള്ള അണ്ടർ-19 ഇന്ത്യൻ ടീമിലാണ് തിരുവനന്തപുരം സ്വദേശിയായ മാനവ് കൃഷ്ണ ഇടം പിടിച്ചിരിക്കുന്നത്. വളരെ കൃത്യമായി പറഞ്ഞാൽ സഞ്ജു സാംസന്റെ പിൻഗാമി എന്നൊക്കെ നമുക്ക് പറയാം. അത് മലയാളി ആയതുകൊണ്ടും ഇന്ത്യൻ ടീമിലേക്ക് വരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, സഞ്ജു ഡൽഹിയിലായിരുന്നു ആദ്യം കുട്ടിക്കാലം കളി തുടങ്ങിയത്, പ്രാക്ടീസൊക്കെ തുടങ്ങിയത്. പിന്നീട് കേരളത്തിലേക്ക് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു. അതേ വഴിയാണ് മാനവിന്റേതും. മാനവും ഡൽഹിയിലായിരുന്നു. എന്നാണ് കേരളത്തിലേക്ക് എത്ര നാളായി? ഇപ്പോൾ മീൻസ് ഫുൾ ടൈം 5 to 6 years ആയി. ഏജ് ഓഫ് 12 വന്നാണ്. ഷൈൻസായിട്ട് ഇതിൽ വന്നാണ്. എന്താണ് കേരളത്തിൽ വരാനുള്ള കാരണം? ഈ ഓപ്പർച്യൂണിറ്റി കൂടി കിട്ടുന്ന വിചാരിച്ചിട്ടാണ്. ഓപ്പർച്യൂണിറ്റി ആൻഡ് പ്ലേയിങ് ഫോർ കേരള ക്രിക്കറ്റ് ഓൾസോ. അതും സഞ്ജു ഒരു മോഡലായിരുന്നു അന്ന്. സഞ്ജു ഇങ്ങനെ വന്ന് അങ്ങനെ എന്തെങ്കിലും അറിയാമായിരുന്നു ഇങ്ങനെ സഞ്ജു സാംസൺ ഓൾസോ ലൈക്ക് ദാറ്റ്. സോ ഐ കേം ഹിയർ വിത്ത് മൈ ഫാദർ. ഇവിടെ സഞ്ജുവിന്റെ ഒരു സാമ്യം കൂടിയുണ്ട്. കാരണം സഞ്ജു വിക്കറ്റ് കീപ്പർ ബാറ്ററാണ്, റൈറ്റ് ഹാൻഡ് ബാറ്ററാണ്. അതുപോലെ തന്നെയാണ് മാനു വിക്കറ്റ് കീപ്പർ ബാറ്ററാണ്, റൈറ്റ് ഹാൻഡ് തന്നെ ബാറ്റ് ചെയ്യുന്നത്. എന്താണ് അത്തരം ഒരു സാമ്യം കൂടിയുണ്ട്? അങ്ങനെ മീൻസ് ധോണി ഫാനാണ്. സോ ധോണി ഫാനാണ്. കീപ്പിംഗ് ഓർ സഞ്ജു സാംസൺ ഓൾസോ കീപ്പർ. സോ ഇൻസ്പയർഡ് ഫ്രം ദാറ്റ് ഓൾസോ. ഈ കീപ്പർ ആയാൽ കുറച്ചും കൂടി ചാൻസ് കൂടുതലാണ്. ഒരു ഓൾറൗണ്ടേഴ്സിന്റെ ഒരു സമയമാണ് മൊത്തം. ഒന്നുകിൽ ബാറ്റും ബൌളും ചെയ്യുന്നവരായിരിക്കണം, അല്ലെങ്കിൽ വിക്കറ്റ് കീപ്പിംഗ് കൊണ്ട് അത് ടീമിലേക്ക് വരാനൊക്കെ ഒരു കൂടുതൽ സാധ്യത ഓൾറൗണ്ടേഴ്സിനാണെന്ന് തോന്നുന്നു, അല്ലേ? Means team always want run a keeper or a bowler for their combination, all that. So it's good if I'm doing keeping also. മാനവ് രഞ്ജി ട്രോഫി ഒരു മാച്ച് കളിച്ചു, അണ്ടർ-19 ടീമിൽ ഇപ്പോഴുണ്ട്. എങ്ങനെയാണ് ആ രഞ്ജി ട്രോഫി ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നല്ല എക്സ്പീരിയൻസ്. I mean senior players like Sachin Baby and Vishnu Vinod, so they help me a lot in tips and what tricks I can use in my matches, upcoming matches. ഹാർഡ് ഹിറ്റർ ആണോ? മാനവിന്റെ ബാറ്റിംഗ് ഞാൻ കണ്ടിട്ടില്ല, ഇപ്പോൾ പ്രാക്ടീസ് ചെയ്ത് മാത്രമേ കാണാൻ ചോദിക്കുന്നത്. എങ്ങനെയാണ് ഒരു ബാറ്റിംഗ് സ്റ്റൈൽ എങ്ങനെയാണ്? കാരണം IPL ആണ് എല്ലാ പ്ലേയേഴ്സിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി തോന്നുന്നു. ടീമിലേക്ക് നമുക്ക് എത്താവുന്ന ഇന്ത്യൻ ടീം ഉണ്ടെങ്കിൽ പോലും sort of format wise, I mean T20 and you're hitting, or test cricket and for sensible batting like that. Other than my focus and my aim like that. Format wise playing. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാനുള്ള പ്രാക്ടീസ് ആയിട്ടുണ്ട്. 4 ഡേ ആണ് ഇപ്പൊ കളിക്കാൻ പോകുന്നത്. സോ അങ്ങനെ പ്രാക്ടീസ് 4 ഡേ പ്രിപ്പറേഷൻ ആണ് ഇപ്പോൾ. ഈ ടീം മെമ്പേഴ്സ് ബാക്കിയുള്ളവരായിട്ടൊക്കെ നേരത്തെ കളിച്ച് പരിചയമുള്ളവരൊക്കെയാണോ ടീമിലുള്ളത്? കോച്ച് ആരാണ്? കോച്ച് യേറെവാടാണ് ഐ തിങ്ക്. സോ ഐ ഡോണ്ട് നോ ഓൾ ദ ഡീറ്റെയിൽസ്. ഓക്കെ, കോച്ച് ഷൈൻ കൂടി ഇപ്പോൾ നമ്മുടെ ചേരുന്നുണ്ട്. എന്താണ് ഈ മാനവിന്റെ ഒരു പ്രത്യേകത? എങ്ങനെയാണ് മാനവ് നിങ്ങളുടെ അക്കാഡമിയിലേക്ക് വന്നത്? എങ്ങനെയാണ് മാനവിന് എങ്ങനെ ഇന്ത്യയുടെ ഒരു പ്രോസ്പെക്ട് ആണ് എങ്ങനെയാണ് മനസ്സിലായത്? മാനവ് ഏജ് ഓഫ് 13 ഇവിടെ വന്നായിരുന്നു. 12 വന്നത്. സമ്മർ ക്യാമ്പ് കഴിഞ്ഞാണ് ജോയിൻ ചെയ്തതാണ്. ആ സമയത്ത് തന്നെ മാനവിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ഫോർമാറ്റും കൊച്ചിലെ മുതൽ കളിക്കാൻ നേരത്ത് ഹിറ്റിങ്ങിന്റെ സമയത്താണെങ്കിൽ ഹിറ്റിംഗ് ഒരു സ്ലോ ആയിട്ട് കളിക്കാൻ പറഞ്ഞാൽ നെറ്റ്സിൽ തന്നെ സ്ലോ ആയിട്ട് കളിക്കാനും ഉള്ള കഴിവുണ്ട്. പിന്നെ കീപ്പിങ്ങിന്റെ കാര്യമാണെങ്കിൽ ഫാസ്റ്റ്, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇങ്ങനെ ഫാസ്റ്റ് സ്റ്റംപിങ് ആണ്. കുറച്ച് ക്യുക്കായിട്ട് കൊച്ചിലെ മുതൽ റിഫ്ലക്സ് നല്ല കൂടുതലായിരുന്നു ഫാസ്റ്റായിട്ട്. പിന്നെ ഡൈവ് ചെയ്യാനായിരുന്നാലും ഒരു കീപ്പർ എന്നുള്ളത് നല്ല അൺഎക്സ്പെക്ടഡ് ക്യാച്ചസ് ആണ് കൂടുതൽ എടുക്കാറ്. അപ്പോൾ അത് അന്നേ നോട്ടീസ് ചെയ്തതാണ്. എസ്പെഷ്യലി ഇത് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ മാനവ് 16 കളിച്ചപ്പം തന്നെ KCയുടെ സെക്രട്ടറി വിനോദ് എസ് കുമാർ ഈ കാര്യം മാനവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു നോട്ടീസ് ചെയ്യുക, ഒരു എക്സ്ട്രാ കോച്ചിങ് കൊടുക്കണമെന്ന് എൻ്റെ അടുത്ത് വളരെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ജൂനിയേഴ്സിന്റെ ആ സമയത്ത് തന്നെ കളിക്കാൻ നേരത്തെ തന്നെ എൻ്റെ പറഞ്ഞു അവരുടെ ഫിറ്റ്നസ് ലെവല് അവിടെ ഇത് കൊടുത്ത് ഈ കുട്ടി കളിക്കാൻ ചാൻസ്. അതിൽ 1-2 മാച്ചസ് സെക്രട്ടറി എന്നെ പേഴ്സണലി വാച്ച് ചെയ്തായിരുന്നു ഗ്രൗണ്ടിൽ. ആ ഗ്രൗണ്ടിൽ മാനവ് ആ സമയത്ത് ഒരു മാച്ച് വിന്നിംഗ് നോക്ക് ഉണ്ടായിരുന്നു. അന്ന് തന്നെ നോട്ടീസ് ചെയ്തിരുന്നു 16. അപ്പോൾ തന്നെ നോട്ട് ചെയ്തിരുന്നു. ആ വർഷം 16 കളിക്കുന്ന സമയത്ത് 2 സെഞ്ചുറിയും വന്നിട്ടുണ്ട്. NCയിൽ അന്നും കിട്ടി. അത് കഴിഞ്ഞിട്ട് 19 വീണ്ടും NC ഈ വർഷം കിട്ടുന്നത്. കേരള ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പോൾ KCയുടെ സൈഡിൽ നിന്ന് വളരെ ഒരു നല്ലൊരു സപ്പോർട്ടും ഉണ്ടായിരുന്നു. എസ്പെഷ്യലി വിനോദ് എസ് കുമാറാണ് സെക്രട്ടറിയാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു നോട്ടീസ് എക്സ്ട്രാ. അത് മാനവിന് മാത്രമല്ല, എൻ്റെ സൈഡിൽ നിന്ന് ആസ് എ കോച്ച്, ആസ് എ പ്ലെയർ ജൂനിയർ ലെവൽ ക്രിക്കറ്റിൽ വളരെ നല്ല ഫോക്കസ്ഡ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. വെച്ചാൽ അവരുടെ ഇഷ്ടംപോലെ മാച്ചസ് കിട്ടുന്നുണ്ട്. പിന്നെ മാനവിൻ്റെ ഒരു വേറൊരു പ്രത്യേകത പറയാനെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇപ്പം ഞാൻ 6 o'clock ടൈം നമ്മളിവിടെ 5:45 നെറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വിൽ ബി ഹിയർ ബൈ 5:30. സോ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഏറ്റവും ലാസ്റ്റ് പോകുന്നത് ബാറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ ഒരു സൈഡിൽ നിന്ന് ബാറ്റ് ചെയ്യാറാണ് പതിവ്. തീർച്ചയായിട്ടും 3 o'clock വന്നു കഴിഞ്ഞാൽ അവിടെയും ബാറ്റിംഗ് ആണ്. ഇല്ലാതെ ഒരു ബ്രേക്ക് ടൈമിലും പുള്ളി നെറ്റ്സിൻ്റെ അകത്ത് പോയിട്ട് വേറെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഫിറ്റ്നസിന് വേണ്ടി അഖിലാണ് ഫിറ്റ്നസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അഖിലും നല്ല രീതിയിൽ ഫിറ്റ്നസ് നല്ല നോട്ടീസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എല്ലാ പാർട്ടിൽ നിന്നും എക്സ്പെഷ്യലി അവൻ്റെ ക്യാരക്ടർ ഒരു കുറച്ച് ഹംബിൾ പേഴ്സൺ ആണ്. നോട്ട് ദാറ്റ് മച്ച് ടോക്കറ്റീവ് അല്ല, കുറച്ച് സ്ലോലിയാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതും. അധികം ആരുടെടുത്തും വിരോധവും അങ്ങനെയുള്ളൊരു ക്യാരക്ടർ ബേസ് വെച്ച് വേണം. ഒരു കുട്ടി ആയിക്കഴിഞ്ഞാൽ ഒരു നല്ല ക്യാരക്ടറും വേണം, നല്ല ഗെയിമിനോട് ഡെഡിക്കേഷൻ വേണം. ടാലന്റിനോടൊപ്പം തന്നെ ഒരു ഹാർഡ് വർക്കും ഉണ്ടെങ്കിൽ മാത്രമേ റിസൾട്ട്സ് വരത്തുള്ളൂ. ഈ പ്രിപ്പറേഷൻസ് എങ്ങനെ പോകുന്നു ഈ ഇന്ത്യൻ മാച്ച് കളിക്കാനായിട്ട്? NCയിലെ പ്രിപ്പറേഷൻ ആയിരുന്നു. ഫുൾ റെഡ് ഫോർമാറ്റ് ആണ് പ്രിയോറിറ്റൈസ് ചെയ്ത് ഫോക്കസ് ചെയ്താണ് റെഡ് ബോൾ ക്രിക്കറ്റിൽ NCയിൽ. സോ അത് അവിടുത്തെ ടിപ്സ് ഓൾ ദാറ്റ് വാട്ട് ക്യാൻ ഇംപ്രൂവ് മൈ ഗെയിം. സോ ഷൈൻസായിട്ട് കൂടെ അത് ചെയ്യുന്നത്.
ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യും. ഈ ടീമിൽ വന്നു എന്നുള്ളൊരു മൊമെന്റ് എക്സൈറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? ഏതൊരു പ്ലെയറിന്റെ ഏറ്റവും വലിയ ആഗ്രഹമുണ്ട് ഇന്ത്യൻ കളറിൽ വരിക എന്നുള്ളത്. മീൻസ് ഒരു ഡ്രീമായിരുന്നു, ഡ്രീം എയിം സാർ പറഞ്ഞ മീൻസ് ഇന്ത്യ കളിക്കണം. സോ ഓൾ ദാറ്റ് എയിം ആൻഡ് ഡ്രീം ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആയിരുന്നു. ഇവിടെ ഇനി KCLന്റെ അടുത്ത ഓപ്ഷനൊക്കെ വരാൻ പോവുകയാണ്. അപ്പം അതിലുമൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. അത് നമുക്കറിയില്ല. ലുക്കിംഗ് ഫോർവേഡ്. എന്തായാലും മാനവ് സഞ്ജു സാംസന്റെ പിൻഗാമിയായിട്ട് വരിക, അതിലും മികച്ച പ്ലെയറായിട്ട് മാറുക, ഇന്ത്യ കളിക്കുക, ഇന്ത്യയുടെ സീനിയർ ടീമിനും കളിക്കാൻ പറ്റട്ടെ, ഈ ടൂർണമെന്റ് നന്നായിട്ട് പെർഫോം ചെയ്യാനും പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.